Yeah. Yeah. Hello guys, welcome back to another video. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യും. എങ്ങനെ നമുക്കൊരു എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഗ്രാം, അതായത് ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ ചെയ്യുന്ന സമയത്തിന് എന്തൊക്കെ കോഡുകൾ ഞാൻ ചെയ്യുന്നു, അതായത് ഇപ്പോൾ വേരിയബിൾസ് ആണെന്നുണ്ടെങ്കിൽ ലൂപ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും കോഡുകൾ ഞാൻ ഈ ഒരു ഗിറ്റ് റെപ്പോസിറ്ററിക്കകത്ത് ഞാൻ സേവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഒരു റെപ്പോസിറ്ററിക്കകത്ത് ഞാൻ എല്ലാ കോഡും, ഞാൻ ഇന്നോട്ട് ചെയ്യാൻ പോകുന്ന എല്ലാ കോഡുകൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എൻ്റെ ഗിറ്റപ്പ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു കോഡ് എഡിറ്റർ വേണം. ഓക്കെ, അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോഡ് എഡിറ്ററാണ്. അതുപോലെ തന്നെ ഒരുപാട് എക്സ്റ്റൻഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കോഡ് എഡിറ്ററാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ഫോർ വിൻഡോസ്, മാക് അല്ലെന്നുണ്ടെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ സെറ്റപ്പ് ഡൗൺലോഡ് ആവും. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നെക്സ്റ്റ് ഇൻസ്റ്റാൾ ഇറ്റ്. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണ്ട വേറൊരു സംഭവമാണ് നോഡ് JS എന്നുള്ളത്. ഓക്കെ, നോഡ് JSൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ നമുക്ക് എടുക്കാം. നമുക്ക് ലേറ്റസ്റ്റ് വേർഷൻ ഇപ്പോൾ ഉള്ള വേർഷൻ എന്ന് പറഞ്ഞാൽ 19.8.1 ആണ്. ഓക്കെ, അതാണ് കറണ്ട് വേർഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുമ്പോഴത്തേക്കും LTS എടുക്കണം. LTS എന്ന് പറഞ്ഞാൽ ലോങ് ടേം സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ 18.15.0 LTS ആണ് ഏറ്റവും റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആവും. അഗെയിൻ ജസ്റ്റ് ലൈക്ക് ദ ഏർലിയർ പാർട്ട്, നെക്സ്റ്റ് ഇൻസ്റ്റാൾ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്യാനാണ് നിങ്ങളുടെ ഫസ്റ്റ് പരിപാടി എന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് സെർച്ച് പോവുക, CMD എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. CMD എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം node-v എന്ന് പറഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വേർഷൻ കാണാൻ പറ്റുന്നതാണ്. വേർഷൻ 18.14.0 ആണ് എൻ്റെ വേർഷൻ എന്ന് പറഞ്ഞാൽ. അതിനുശേഷം വന്നൊരു വേർഷനാണ് 18.15 എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ലേറ്റസ്റ്റ് വേർഷൻ ഒരു LTS ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളൊരു ഫോൾഡറിൻ്റെ അകത്ത് അലൈൻ ചെയ്ത് വെക്കണം. ഓക്കെ, എന്നാലും നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഫോൾഡർ നെയിം ഞാൻ ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. ട്യൂട്ടോറിയൽ. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ അകത്ത് കയറുക. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ CMD കൊടുത്തിട്ട് ഇവിടെ നമ്മൾ കോഡ് സ്പേസ് ഡോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഈ ഒരു ഫോൾഡർ മാത്രമായിട്ട് ഓപ്പൺ ആയി വരും. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് വന്നിട്ടുണ്ട്. ഇനി ഇവിടെയാണ് നമ്മുടെ എല്ലാ കോഡുകളും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പേ അടുത്ത് നമുക്ക് വേറൊരു പരിപാടി ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബ്രൗസറിനാണ് യഥാർത്ഥത്തിൽ ജാവാസ്ക്രിപ്റ്റ് റൺ ആവുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബ്രൗസറിലും റൺ ചെയ്യാം, അതുപോലെ തന്നെ ലോക്കൽ എൻവയോൺമെൻറ്റിലും നമ്മുടെ എൻവയോൺമെൻറ്റിനകത്തും റൺ ചെയ്യാൻ പറ്റുമെന്ന്. ഫസ്റ്റ് ഞാൻ ആദ്യം എങ്ങനെ നമ്മൾ ബ്രൗസറിൽ റൺ ആവുന്ന കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ഹലോ വേൾഡ് പ്രോഗ്രാം എഴുതാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പുതിയൊരു ഫോൾഡറും കൂടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. JS ബ്രൗസർ എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ആ ഒരു ഫോൾഡറിൻ്റെ അകത്ത് ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതിൻ്റെ പേര് index.html എന്നാണ്. ഓക്കെ, ഈ ഒരു index.htmlൻ്റെ അകത്താണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ബ്രൗസറിൻ്റെ അകത്ത് നമ്മൾ റൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇനി വേറൊരു പരിപാടി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലൈവ് സെർവർ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ലൈവ് സെർവർ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ഇവിടെ എക്സ്റ്റൻഷനിൽ പോവുക. ലൈവ് സെർവർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ലൈവ് സെർവർ വരും. അവിടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതെന്തിനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഓരോ പ്രാവശ്യം നമ്മളിത് സേവ് ചെയ്യുന്ന സമയത്തിന് നമ്മൾ അവിടെ ചെന്ന് ഈ ഒരു ലൈവ് സെർവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രൗസറിൽ ചെയ്ത് റീലോഡ് ചെയ്ത് ഒഴിക്കേണ്ടി വരും. അതിന് പകരം നിങ്ങളിവിടെ ജസ്റ്റ് Ctrl+S അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ റീലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പം യൂസ് ചെയ്യുന്നത് ബ്രൗസറിലാണ് ഈ ഒരു പ്രോഗ്രാം റണ്ണാക്കി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്, നമ്മളൊരു HTML ഫയലിൻ്റെ അകത്തായിരിക്കും അത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു HTML കോഡ് എഴുതണം ബേസിക്. അപ്പോൾ HTML നമ്മൾ 5th വേർഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ HTML5 എടുക്കുക. ഓക്കെ, അപ്പോൾ Ctrl+S അടിക്കുക. ഇനി നിങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ
ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് സെർവറിൻ്റെ അകത്ത് ഇത് ഓപ്പണായി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ്, ഓക്കെ, ഇതിൻ്റെ ടൈറ്റിൽ പേരെന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റാണ്. അത് ഞാനിപ്പോൾ മാറ്റിയിട്ട് JS ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞുകൊണ്ട് JS ബ്രൗസർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. ഓക്കെ, JS ബ്രൗസർ എന്നുള്ള ഒരു ടൈറ്റിലായിരിക്കും ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ Ctrl+S അടിച്ചപ്പോൾ ഇവിടെ റീലോഡ് ചെയ്യാതെ തന്നെ ഇവിടെ വന്നാണ്ടോ. അപ്പോൾ ഞാൻ ഇനി അടുത്ത് ഇവിടെ ബോഡി ടാഗിൻ്റെ അകത്ത് ഞാനൊരു H1 ടാഗിൻ്റെ അകത്ത് JavaScript ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പോകും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു H1 ടാഗ് വന്നു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ കോഡ് നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു കോഡ് നമ്മൾ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ബ്രൗസറിൽ റൺ ചെയ്യണതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 2 തരത്തിൽ ചെയ്യാം. അതായത് ഒന്നീ ഈ ഒരു HTML പേജിൻ്റെ അകത്ത് തന്നെ കോഡ് എഴുതി നമുക്ക് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ JavaScript ഫയൽ ക്രിയേറ്റ് ചെയ്ത് അത് ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു HTML ഫയലിൻ്റെ അകത്ത് തന്നെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബോഡി ടാഗിൻ്റെ അകത്തായിരിക്കണം കേട്ടോ ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതേണ്ടത്. ഓക്കെ, ഈ ഒരു ബോഡി ടാഗിൻ്റെ അകത്തായിരിക്കണം സ്ക്രിപ്റ്റ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പോയിട്ട് സ്ക്രിപ്റ്റ് എന്നുള്ളൊരു ടാഗ് എഴുതുക. ഈ ഒരു സ്ക്രിപ്റ്റ് ടാഗിൻ്റെ അകത്തായിരിക്കും ബാക്കി നമ്മൾ ചെയ്യണം. നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു അലേർട്ട് എഴുതി കാണിക്കാം. അതായത് ഹലോ വേൾഡ് എന്നുള്ളൊരു അലേർട്ട് എഴുതി കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ അലേർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഹലോ വേൾഡ് എന്ന് എഴുതി കാണിക്കാം. ഹലോ വേൾഡ്. ഓക്കെ, ഇനി നമ്മൾ സേവ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ നമ്മൾ റീലോഡ് ആവുന്ന സമയത്തിന് ഹലോ വേൾഡ് എന്ന് എഴുതി കാണിക്കും. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോകും. ഇപ്പോൾ ഞാൻ Ctrl+S അടിച്ച് ഒന്നും കൂടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീണ്ടും ഇവിടെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് അലേർട്ട് വന്ന് കാണിക്കും. ഇതിനെയാണ് ജാവാസ്ക്രിപ്റ്റിലെ അലേർട്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു HTML ഫയലിൻ്റെ അകത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തിന് ഒരു അലേർട്ട് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ പാസ്വേഡ് അടിച്ചതിൽ എന്തെങ്കിലും ക്യാരക്ടർ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിലോ ഇല്ലെന്നുണ്ടെങ്കിൽ പാസ്വേഡിൻ്റെ ലെങ്ത്ത് ചെറുതാണെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഒരു അലേർട്ട് കാണിക്കും. അതിങ്ങനെ ജാവാസ്ക്രിപ്റ്റിൽ കാണിക്കണതാണ് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത് നിങ്ങൾക്ക് ഈ ഒരു ഹലോ വേൾഡ് കാണിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കൺസോളിൻ്റെ അകത്താണ്. അത് നിങ്ങൾക്ക് എങ്ങനെ കാണിക്കാം? ഇതിനെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനെ നമുക്ക് കമൻറ്റ് ചെയ്യാൻ നമുക്ക് // അടിച്ചു കഴിഞ്ഞാൽ കമൻ്റ് ആവും. അതാണ് ജാവാസ്ക്രിപ്റ്റിലെ കമൻ്റ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഇവിടെ പോയിട്ട് ഞാൻ console.log, ഓക്കെ, console.log ഇതിൻ്റെ അകത്ത് ഞാൻ ഹലോ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാൻ പോകുന്നു. ഓക്കെ, ഇനിഷ്യലി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കൺസോൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. Ctrl+Shift+I അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൺസോൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആ ഒരു കൺസോൾ എന്നുള്ളൊരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കാണിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ നമ്മൾ 14th ലൈനിൽ ഹലോ വേൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മളിവിടെ മാറ്റി കഴിഞ്ഞിട്ട് സേവ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുമോ നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, അത് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു console.log അടിച്ചു കഴിഞ്ഞാൽ ഈ കൺസോൾ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. നമ്മളിപ്പോൾ CMDയിൽ നമ്മളിപ്പോൾ പൈത്തൺ കോഡ് എഴുതുമ്പോഴത്തേക്ക് കൺസോളിൽ എഴുതി നമ്മളിപ്പോൾ പ്രിൻ്റ് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ കൺസോളിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഹലോ വേൾഡ് എന്നൊക്കെ പ്രിൻ്റ് എഴുതി കാണിക്കത്തില്ല. അതുപോലെയാണ് ഇതിൻ്റെ അകത്തും. ഇതൊരു ജാവാസ്ക്രിപ്റ്റ് എഞ്ചിന് നമ്മുടെ ബ്രൗസറിൻ്റെ അകത്ത് ഇൻബിൽട്ട് ആയിട്ടുണ്ട്. V8 ആണ് നമ്മളെ ഗൂഗിളിനുള്ളത് ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. അതിൻ്റെ കൺസോളാണ് ഇത്. ഓക്കെ, അപ്പോൾ ഹലോ വേൾഡ് എന്ന് നമുക്കിവിടെ എഴുതി കാണിക്കാൻ പറ്റി. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രൗസറിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ നമുക്ക് റണ്ണാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഇവിടെ ഞാൻ സേവ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. അതായത് നമ്മൾ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡും നമ്മൾ ഈ ഒരു പേജിൻ്റെ അകത്തായിട്ട് ഈ ഒരു HTML പേജിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ V8 ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതൊരു HTML പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ Ctrl+Shift+I അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടാബ് വരും. ഈ ടാബിൻ്റെ അത് കൺസോളിൽ പോയിട്ട് ഇവിടെ നമുക്ക് അടിച്ചു കഴിഞ്ഞാലും കൺസോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, console.log എന്താണ് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ട? ഹലോ വേൾഡ് അല്ലേ. അപ്പോൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഹലോ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എഴുതി കാണിക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അലേർട്ട് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അലേർട്ട് ഹലോ. ഓക്കെ, കണ്ടോ ഇവിടെ ഒരു അലേർട്ട് വന്ന്. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിൽ കോഡ് ചെയ്യാനോ അതെല്ലാം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്ക് 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ 2+5 എന്ന് അടിച്ച് 7 എന്ന് ഇവിടെ വന്നു. 2 - 1 കൊടുത്തു.
അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് എന്തൊക്കെ കോഡുകൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ഈ ഒരു കൺസോളിൻ്റെ അകത്ത് തന്നെ ഡയറക്റ്റ് നമ്മൾ പൈത്തണിൽ ചെയ്യും പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കൺസോൾ എന്ന് പറഞ്ഞാൽ ബ്രൗസറിൻ്റെ അകത്തുള്ളതാണ്. ഓക്കെ, നമുക്ക് ലോക്കലിയും വേണം. ആ ലോക്കലി വരുന്നിടത്താണ് നോഡ് ജെഎസിൻ്റെ യൂസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ HTML പേജിൻ്റെ അകത്ത് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി ജാവാസ്ക്രിപ്റ്റ് കോഡ് നമുക്ക് റണ്ണാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു കൺസോളിൻ്റെ അകത്ത് ഡയറക്റ്റ് നമുക്ക് കോഡ് എഴുതാൻ പറ്റുന്നത്. ഇനി വേറൊരു പരിപാടി ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ ഫയല് നമുക്ക് ഇതിൻ്റെ അകത്ത് വിളിച്ച് വരുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഞാനൊരു പുതിയൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. script.js എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, script.js എന്ന് പറയുന്നത് ഒരു ഫയൽ ഞാൻ ഈ JS ബ്രൗസറിൻ്റെ അകത്തോട്ട് ഞാൻ എടുത്തിടാം. ഓക്കെ, അപ്പോൾ JS ബ്രൗസറിൻ്റെ അകത്താണ് ഈ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഫയലുള്ള. ഇവിടെ നമ്മൾ കൺസോൾ ചെയ്യാൻ പോവാണ്. console.log എന്താണ് ഹലോ വേൾഡ്. ഓക്കെ, ഹലോ വേൾഡ്. ഇനി ഇത് ഞാൻ സേവ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഫയൽ, അതായത് ഈ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് ഈ ഒരു ബ്രൗസറിൽ നമുക്ക് കാണിക്കണം. ഓക്കെ, അതിന് മുമ്പേ ഞാൻ ജസ്റ്റ് ഇതിനെ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കൊരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാഗ് എഴുതുക. അവിടെ SRC എന്ന് പറയുന്ന ഒരിടത്ത് നമുക്ക് ഇപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു JS ബ്രൗസർ എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്ത് തന്നെയാണല്ലോ script.js കിടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഡയറക്റ്റ് നമുക്ക് എഴുതാം script.js. ഓക്കെ, അത് കൊടുക്കുക. അതിനുശേഷം ഇത് ചെയ്യുക. അപ്പോൾ ഇനി ഇത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹലോ വേൾഡ്. ഓക്കെ, അതെങ്ങനെ വന്നു? ഈ സ്ക്രിപ്റ്റിനെ ഈ script.js എക്സ്റ്റേണൽ script.js എന്ന് പറയുന്ന ഫയലിനെ നമുക്കിവിടെ കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഹലോ വേൾഡ് എന്നുള്ളത് ഇവിടെ നമ്മൾ ഈ ഒരു കൺസോളിൽ നമ്മൾ പ്രിൻ്റ് ആക്കി കാണിച്ചത്. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. അതായത് ഒരു HTML ഫയലിൻ്റെ അകത്ത് എങ്ങനെ നമുക്ക് സ്ക്രിപ്റ്റ് ഡയറക്റ്റ് എഴുതാം, അതാണ് ഈ മോളിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. രണ്ടാമത് നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ കൺസോളിൻ്റെ അകത്ത് തന്നെ ഡയറക്റ്റ് നമുക്ക് കോഡ് എഴുതാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. പിന്നെ ഒരെണ്ണം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ഫയൽ നമ്മൾ എക്സ്റ്റേണലി എഴുതിയിട്ട് അതിനെ നമുക്ക് ജസ്റ്റ് വിളിച്ചാൽ മതി. ഓക്കെ, അതാണ് ഈ പറഞ്ഞത് കാണിച്ചത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ബ്രൗസറൊന്നും യൂസ് ചെയ്യില്ല. കാരണം നമുക്ക് ബ്രൗസറിൻ്റെ ആവശ്യമില്ല. കാരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോഡ് JS എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ ലോക്കലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. V8 എഞ്ചിൻ വെച്ചിട്ട് നമുക്ക് ക്രോമിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രൗസറിലല്ല ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നോഡ് JS വെച്ചിട്ട് നമ്മൾ ലോക്കലിയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സാധാരണ CMD കമാൻഡ് പ്രോംപ്റ്റ് വിൻഡോയിൽ നമ്മൾ എന്തൊക്കെ കോഡാണ് ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.